കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ ഇല്ലാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. സോ ഗ്യാസ് വെൽക്കം ബാക്ക്. രാകേഷിന് പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അവിടെ ഇന്ന് നമ്മൾ 4-4 ഇന്ന് പലതും നടക്കുന്നുണ്ട്. ഇവന്മാർ കളി തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ആവേശമാണ്. ഇപ്പം മറയ്ക്കുന്നത് പോയി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം നിന്ന് ചാവണം. സോ ഗ്യാസ് എന്തായാലും നമുക്ക് നേരെ കണ്ടറിയാം ആര് കളിക്കും, ആര് വീഴും, ആരോടും. ഇതാ കുഴിക്കാത്ത ഫസ്റ്റ് നമുക്കൊന്നും വിഷയമില്ല. നമ്മൾ കടലിൽ കൊണ്ടിട്ട് നീന്തി വരും. ആ മൈൻഡാണ് നമ്മൾ. ഏത് മൈൻഡ്? കടലിൽ കൊണ്ടിട്ട് നീന്തി വരും. പുല്ല് പിന്നെ നല്ല ആരും ഇല്ലേടേ ഇത്. പൂക്കളും പുഴകളും അറിയില്ലല്ലോ നമ്മൾ താനേ 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 താനേ. വാ 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 വാ. എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ള. ഓക്കെ, അതുപോലെ കിടന്നുറങ്ങാം. സോ ഗൈസ്, ഇതാണ് പ്രാക്ടിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് സ്വാക്സിങ് മൂവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റ് കൊടുത്തിട്ടാണ് നമ്മളിനി കളിക്കുക. അപ്പോൾ അവർ നമുക്ക് കളി അറിഞ്ഞൂടാ എന്ന്. സോ ഗൈസ്, എൻ്റെ പോയിന്റ് നോക്കുന്നത് ഏറ്റവും അവസാനമാണ് ഞാൻ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ആരാ, ഞാൻ എന്താ? ഇപ്പം ഞാനാണ് ഫസ്റ്റ് റൗണ്ടിൽ 3 നിൽക്കണമെങ്കിൽ കമൻറ്റ് ബോക്സ് മൊത്തം ബോട്ട്, ജെറ്റ്, കപ്പൽ, പായ്ക്കപ്പൽ. സോ ഗൈസ്, സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ആരാ, എന്താ? അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് വീഴണം. ആ അടിയാണ് ഞാൻ അടിക്കുള്ളൂ. അല്ല ചുമ്മാ കടന്നിട്ട് ചക്കിള് പൊക്കൾ അടിയെന്ന് എനിക്ക് ഇഷ്ടമല്ല. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അങ്ങ് വീഴും. ഇപ്പം ഞാൻ കാണിച്ചിരുന്നു നോക്കിയോ. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയോ. കുറച്ച് ശാന്തമായി ഞാൻ പിടിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിയെന്ന് ചോദിച്ചു നോക്കിയോ. 3, 2, 3 വാ 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 വാ. വീണാ, ഒറ്റയടിക്ക് വീണാ നീ പോ. പോടാണീറ്റ് അടുത്ത കൂടെ മോനെ അളിയ നീ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അടി ഒറ്റ അടി. അല്ലെ നീ വീണാ മാറണം നിന്നിട്ട്. അവനെ നീ കൊന്നാട്. ഞാൻ അല്ലെങ്കിൽ ഇടിച്ചു കൊല്ലാൻ വന്നു. എൻ്റെ മോനെ കൊന്നാൻ ഉറക്കി. ചെറുക്കൻ ഇഷ്ടോ ഞാൻ പോയി അവനൊക്കെ നോക്കിയിട്ട് ബാങ് ബാങ് പപ്പം പപ്പം. അതിന് മുമ്പ് തീനാവൻ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെയിം ഈസ് രാകേഷ് 2255. എങ്ങനെ ഇരിക്കുന്നു? ഫസ്റ്റ് കളി നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അടുത്ത കളി നമ്മൾ കൊയ്യും. പിന്നെ ഇനി വിട്ടു കൊടുക്കല്ലേടേ. എന്ത് പറയണം? കാര്യം അവരും കയറി വരട്ടെ. നമ്മൾ 2 കളി ജയിച്ച് കഴിഞ്ഞാൽ മോശമല്ലേ? ഇത് നമ്മളെ 2 കളി ജയിച്ച ഞാൻ അറിഞ്ഞില്ലല്ലേ. അത് നമ്മൾ ടീം മൊത്തം കുടിക്കാൻ കേട്ടോ. വിഷയം ഇത് അവൻ കിടന്ന് ഓർമ്മ നോക്കി ചോപ്പ് നിൽക്കാറൊക്കെ ഇട്ടുണ്ട്. നമ്മൾ താനേ താനേ ഒന്നാവും മിഴിയിലാണ് നിന്നിൽ അനുരാഗം. എടാ, ഇതാണ് നമ്മൾ ഒളിച്ചു നിന്ന് എങ്ങനെ ഒരാളെ അറ്റാക്ക് ചെയ്യാന്ന്. നമ്മൾ അവനും കണ്ടിരിക്കണം, അവനും കണ്ടിരിക്കണം. അവൻ സുഖേഷ് അവൻ നമ്മളെ കണ്ടു, നമ്മൾ അവനെ കണ്ടു. അവൻ നമ്മളെ കണ്ടു, ഇവൻ നമ്മളെ കണ്ടു. ഇത് നമ്മൾ അടുത്ത് പേടിക്കണം. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് ഗ്ലൂ ഇട്ടെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും കാണും, അല്ലാതെ അവൻ ഇടില്ല. യെസ്, പക്ഷെ അവൻ അറിയില്ലല്ലോ തൊട്ട് വേക്കിൽ ഞാൻ എൻ്റെ ചെറുക്കനെ പിടിച്ച് നിർത്തിയിരുന്നു. അളയാ അത് കിടുക്കി, അത് കിടുക്കി. ചുവപ്പ് നിൽക്കറ വാ. ജൈൻ ജൈൻ ചകൻ ചകചൻ 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 ചകചൻ. ഇടേ നിൽക്കറ്. ഈ കളി നമുക്ക് തോറ്റു കൊടുത്തല്ലോ അളയാ. എന്തോരാണ് ജയിക്കല്ലേ? എന്നാൽ പിന്നെ നീ പറഞ്ഞാല. അടുത്ത കളി നമുക്ക് എന്തായാലും ഒന്ന് വിട്ട് കൊടുക്കണോ വേണ്ടല്ലേ? ജയിച്ച് അങ്ങ് പോട്ട് നമ്മൾ. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് തോക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എൻ്റെ നിഘണ്ടൂരില്ലാത്ത കാര്യമാണ്. കളിക്കണം, ജയിക്കണം, കപ്പ് തൂക്കണം. സോ വെൽക്കം ബാക്ക്. പിന്നെയും ഒരു വെൽക്കം ബാക്ക്. സോ ഗൈസ്, നിങ്ങൾക്ക് ഫ്രണ്ട് ആവണമെങ്കിൽ റിക്വസ്റ്റ് അയച്ചത് കേട്ടോ. ഞാൻ റിക്വസ്റ്റ് ഒന്നും കൺഫേം ചെയ്യില്ല. എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ ആരെയും ഫ്രണ്ട് ആക്കില്ല. എൻ്റെ കളികൾ എപ്പോഴും ഞാൻ റാൻഡം ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും. സോ ഗൈസ്, എൻ്റെ ലിസ്റ്റ് എടുത്താലും മനസ്സിലാവും. എല്ലാം റാൻഡം ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാത്രമേ ഞാൻ കളിക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ടിനായിട്ട് ഞാൻ ഒരുത്തനെ കയറ്റില്ല. പുല്ല് നോക്കിയോ, എനിക്ക് ഇഷ്ടമില്ല. സ്നൈപ്പറും കൊണ്ടുപോകാണ് ഞാൻ ആദ്യം തന്നെ. എടാ, ഇത് ഞാൻ വെറുതെ കളിക്കുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ എതിരാളികളല്ലേ ഇവന്മാർ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ സ്നൈപ്പർ ഇട്ടൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ട് അടിക്കുന്നത്. എനിക്ക് പറ്റിയ എതിരാളിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നല്ല കളിക്കണത്. അറിയാമല്ലോ നിങ്ങൾക്ക്. തീവാർന്നടി അടിച്ചേനെ. ഇത് ഇവന്മാരെ കൊണ്ട് കൂട്ടുന്നതൊന്നുമില്ല. ഇതിവിടെ ആണെങ്കിൽ ഒളിച്ചൊക്കെ ഇരിക്കും പുല്ല്. ഇതാണ് പ്രശ്നം. അന്നെങ്കിൽ നേരിട്ട് വാ, ഒറ്റയ്ക്ക് വാ. നേരെ ഏതെങ്കിലും എവിടെ ഇരിക്കണേ? എടാ പച്ചക്കിളി,
പച്ചക്കിളി കളി ജയിപ്പിച്ച് ചിന്നഞ്ചേറ് കുട്ടിക്കുള്ളേ സ്വർഗമേറുക്ക് അവിടെ ചിന്ന ചിന്ന. സോ ഗേസ്, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പച്ചക്കിളിയാണ് കളി ജയിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കിളി നമുക്ക് എന്ത് ചെയ്യാം, ഉറക്കിയല്ലോ. സ്നൈപ്പർ ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ എടുക്കുകയാണ്, ഉള്ള കാര്യം പറയല്ലോ. എനിക്ക് ഒത്ത എതിരാളികളല്ലേ ഇവരെ ഇനിയും ഞാൻ ജയിപ്പിക്കാൻ വിടും. 3-1 അല്ലേ, വരട്ടെ. അടുത്ത കളി ജയിക്കട്ടെ. 3-3 നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു കളിയുണ്ട്, എൻ്റെ പൊന്നാളി. അതാണ് കളി, അതാകണം കേട്ടോ കളി. ഇതങ്ങനെ പറയണം, ഇത് പറന്നൊക്കെ പോണേ. അത് കളി ഇതുവഴി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറന്നുപോയി വീണ ആകാശത്താമര പോലെ പതിനീരുഞ്ഞ നീല. ഓ തങ്കോ, എൻ്റെ ഇതാരടിച്ച്. നമുക്ക് ഗെയിം നമ്മൾ ബുക്കുകൾ വായിക്കണേക്കാട്ടി പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ 10 ബുക്ക് വായിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു നല്ല സിനിമ കാണുന്നതാണ്. അതുപോലെയാണ് നമ്മൾ എന്താ പറയുക, നല്ലൊരു പ്രോ ഗെയിമറിൻ്റെ ഗെയിം കാണുന്നതിനായിട്ടും നല്ലത് കളിച്ച് പഠിച്ച് വരുന്നവൻ്റെ ഗെയിം കാണുന്നത് ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്ക് കാണിച്ചത്, മനസ്സിലായില്ലേ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കളി ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡ് റൗണ്ട് നോക്കാമായിരുന്നു. ഇതെങ്ങനെ നമുക്ക് ആദ്യം ഒരാളെ കീഴ്പ്പെടുത്താം എന്ന രീതിയിലുള്ളതാണ് നമ്മൾ കടന്നു പോകുന്നത്, യുനോ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അടിച്ചിടാം ഞാൻ, പക്ഷേ അടിച്ചിടുന്നില്ല. ഞാൻ കുറച്ച് ക്ഷമയൊക്കെ എടുത്തിട്ടേക്കാണ് അടിക്കുന്നത്. എന്തെന്ന് അവന്മാർ 2 ഞാൻ 1. ഈ സ്നൈപ്പർ മാറ്റിയിട്ട് വേണമെങ്കിൽ സ്നൈപ്പർ വെച്ച് വേണമെങ്കിൽ ഞാൻ അടിച്ചിടും. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തക്കടുകളെ വരൂ, അടിച്ചോളൂ. എടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കണം അളിയെ വിട്ടുകൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ജയിക്കുന്നവൻ മാത്രമല്ല വിജയം കണ്ടെത്തുന്നത്, തോക്കുന്നവനും അങ്ങനെയാണ്, മനസ്സിലായില്ലേ. ഇപ്പം നമ്മളൊരു കളി കളിക്കുമ്പോൾ കൂടെ ഒരുത്തൻ തോടിയുണ്ടാണ് നമ്മൾ തോറ്റു കൊടുക്കണം ഇല്ലേ. അവർ വരട്ടെ, ഇപ്പം 3-2 അല്ലേ, വരട്ടെ. വരട്ട്. അപ്പം ഞാനൊരു ഇത് എഴുതിയേട്ടെ, ഞാൻ ഫേസ്ബുക്കിൽ പണ്ട് എഴുതിയിടുമായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി നോക്കി. ഞാൻ എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു: ആകാശങ്ങളെ തഴുകിക്കൊണ്ട് നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ഞാൻ പോകുന്നു. എടേ, ഇത് ഒരു 12 മണിക്ക് ഇട്ടടേ. ഇതിട്ട് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെ വിളി പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂറ്. ഞാൻ ആത്മഹത്യ കുറിപ്പ് എഴുതിയിടും. നിങ്ങൾക്ക് ഇത് കണ്ട ആത്മഹത്യ കുറിപ്പായിരുന്നു തോന്നിയത്. പിന്നെ നമുക്ക് 4 സൈഡിൽ നിന്നൊക്കെ വിളി, ചെറുക്കന്താ തൂങ്ങി കിടക്കുന്നേ, ചെറുക്കന്താ തൂങ്ങി ആടുന്നേ, ചെറുക്കൻ്റെ റൂം അടിച്ചുകൊടുക്ക് തുറക്കുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും വീട്ടിലൊരു 12 മണിയായപ്പോൾ എല്ലാം കൂടെ ഒന്ന് കതവ് തട്ടക്കവും ബഹളവും. ഞാൻ കിടന്നൊക്കെ വരുമ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതങ്ങനെ ഉണ്ടായിരുന്നു. പച്ച എന്നെ അടിച്ച് പച്ച ഞാൻ തിരിച്ചു പഠിച്ചു. കളിയും ജയിച്ചു. ഇപ്പം മനസ്സിലായി കാണും, ഞാൻ വീഴുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകും. സോ ഗേസ്, ആ കഥ ഫിനിഷ് ചെയ്തില്ലല്ലേ. അങ്ങനെ ഇത് വീട്ടിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ ബഹളമൊക്കെ, ചെറുക്കത്തെ തൂങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞ ഒരു കാവ്യാത്മകമായ രീതിയിൽ എഴുതിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരാരും മനസ്സിലാക്കില്ല. ഇവരൊക്കെ പറഞ്ഞ് ചെറുക്കന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. നമ്മളൊക്കെ ആത്മഹത്യ ശ്രമിക്കുവോളിയാ, എന്തിന് പറയണത് ഇത്.